ഹായ് മക്കളെ. അപ്പൊ നമ്മളിപ്പോ ഓൺ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അല്ലേ. അപ്പൊ നമുക്ക് ക്രിസ്മസ് എക്സാമിന് 9ാം ക്ലാസ്സുകാരുടെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജബ് ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്നുള്ളൊരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ കുറച്ച് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. നമുക്ക് പെട്ടെന്ന് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അംഗ്രേസോം കെ അന്തിം വൈസ്രായ് കോന്ത. അംഗ്രേസോം എന്ന് പറയുമ്പോ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ അന്തിം വൈസ്രായ് കോന്ത. ആരായിരുന്നു ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ വൈസ്രായ്? ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൺ. ആ പേര് എഴുതി തന്നെ പഠിക്കുക, ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോർഡ് മൗണ്ട് ബാറ്റനെ ഭാരത് ആയേ തോ. ഭാരതത്തിലോട്ട് വന്നപ്പോൾ, ഇന്ത്യയിലോട്ട് വന്നപ്പോൾ കിസി സേ ബാത് കർണ ചാഹ. ആരോടാണ് സംസാരിക്കാനായി? ബാത് കർണ ചാഹ, ആരോടാണ് സംസാരിക്കാനായി ആഗ്രഹിച്ചത്? ആരോട് സംസാരിക്കാൻ ആഗ്രഹിച്ചേ? ഗാന്ധിജി സേ. ഗാന്ധിജിയോട് സംസാരിക്കാനാണ് ആഗ്രഹിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി കോ വൈസ്രായ് ഭവൻ മേം. ഗാന്ധിജി കോ വൈസ്രായ്, ഗാന്ധിജിയെ വൈസ്രോയ് ഭവൻ മേം. ഭവൻ മേം എന്ന് വെച്ചാൽ വീട്ടിലേക്ക്. സ്വീകാർ കർണേ കാ. സ്വീകാർ കർണേ എന്ന് വെച്ചാൽ എന്താ? ക്ഷണിച്ചു അല്ലേ, ക്ഷണിച്ചു. സ്വീകാർ കർണേ കാ സാരാ ദിമ്മ. സാരാ ജിമ്മ, എല്ലാ ഉത്തരവാദിത്തവും. സാര മുഴുവൻ, ജിമ്മ ജിമ്മേന്താരി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റിയും കിസ്നെ ലേ ലിയ, ആരാണ് ഏറ്റെടുത്തത്? അല്ലെങ്കിൽ ആരാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്തത്? ആരായിരുന്നു? ശ്രീമതി മൗണ്ട് ബാറ്റൺ. ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഭാര്യയായിട്ടുള്ള ശ്രീമതി മൗണ്ട് ബാറ്റൺ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി കോ ആരാം ദേനെ കെ ലിയേ. ഗാന്ധിജിക്ക് ആരാം എന്ന് വെച്ചാൽ എന്താ? വിശ്രമം. ഗാന്ധിജി കോ ആരാം ദേനെ കെ ലിയേ, ഗാന്ധിജിക്ക് വിശ്രമിക്കാനായിട്ട് ഉനോനെ ക്യാ കിയാ, അവരെന്താണ് ചെയ്തത്? ഈ മൗണ്ട് ബാറ്റൺ ഗാന്ധിജിക്ക് വിശ്രമിക്കാനായിട്ട് എന്ത് സംവിധാനമാണ് അവിടെ ചെയ്തത്? എന്ത് സൗകര്യം ഒരുക്കിയത്? ഉത്തരം എന്താ? ഉനോനെ റൂം. അവരെന്താ ചെയ്തേ? റൂം, ഗാന്ധിജിക്ക് ഇരിക്കാനുള്ള റൂം അല്ലെങ്കിൽ കമരേ, മുറി എന്ത് ചെയ്തു? കൂളർ ചലാക്കർ, കൂളർ വെച്ചിട്ട് പൂരി തര ഡണ്ടാ കർലിയ, മുഴുവനുമായിട്ടും എന്താക്കി മാറ്റി? ഡണ്ടാ കർലിയ, തണുപ്പാക്കി മാറ്റി. അതാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിസ്കി ഗഡി ചോരി ഹോ ഗയി. ആരുടെ വാച്ചാണ് മോഷണം പോയത്? ആരുടെ വാച്ചാണ്? ഗാന്ധിജിക്ക്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് അതാണ്. അപ്പൊ അത് ചോദിക്കാം, ആരുടെ വാച്ചാണ് മോഷണം പോയത്? ഗാന്ധിജിയുടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. നമ്മൾ ആ ചാപ്റ്ററിന്റെ എൻഡില് ലാസ്റ്റ് ഒരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് ബുക്കാ? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് കിസ്നെ ലിഖ. ആരാണ് ആ ഒരു പുസ്തകം എഴുതിയത്? എഴുതിയ ആളുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലേപ്പിയർ ഓർ കൗലിൻ ആണ് എഴുതിയത്. ആ ഒരു പേര് ചിലപ്പോ ഓപ്ഷൻസ് ആയിട്ട് തരും, എന്നിട്ടാണ് നമ്മൾ എടുത്ത് ചോദിക്കുക എക്സാമിന് കേട്ടാ. അപ്പൊ ആ പേരൊന്ന് ഓർത്ത് വെക്കുക, കാണാപ്പാടെ എഴുതി പഠിക്കണം എന്നില്ല, പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത്രയും മതി. അപ്പൊ ഇത്രയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 4 മാർക്ക് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അതുകൂടാണ്ട് 2 ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഗാന്ധിജി की चाय पार्टी की तैयारियां के बारे में लेडी माउंटबैटन और लॉर्ड माउंटबैटन के बीच की संभावित बातचीत तैयार करें. അപ്പൊ ഗാന്ധിജിയെ ഈ ചായ് പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്? ലോർഡ് മൗണ്ട് ബാറ്റൺ. അപ്പോ അതിനെ കുറിച്ചിട്ട് നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റനും പിന്നെ ശ്രീമതി മൗണ്ട് ബാറ്റനും സംസാരിക്കുകയാണ്. അപ്പൊ നമ്മളോട് ആ കോൺവെർസേഷൻ എഴുതാനാണ് ചോദിച്ചേക്കുന്നേ. നമുക്ക് പെട്ടെന്ന് തന്നെ കോൺവെർസേഷൻ നോക്കാം, വളരെ സിമ്പിൾ ആണ് കേട്ടാ. ലേഡി മൗണ്ട് ബാറ്റൺ ആണ് ആദ്യം പറയുന്നത്. എന്താ പറയുന്നേ? ക്യാ സബ് തയ്യാർ ഹേ. ക്യാ സബ് തയ്യാർ ഹേ, എല്ലാം റെഡി അല്ലേ എന്ന് ചോദിച്ചു. ലോർഡ് മൗണ്ട് ബാറ്റൺ പറയാണ്, ഹാ ക്യാ വേ ചായ് പിയേഗാ യാ ദൂത്. തയ്യാറാണ്. ക്യാ വേ ചായ് പിയേഗേ യാ ദൂത്, അദ്ദേഹം ചായ ആണോ കുടിക്കുക
അതോ പാലാണോ? അവരുടെ കൺഫ്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെ ചോദിച്ചു. അപ്പൊ ലേഡി മൗണ്ട് ബാറ്റൻ പറയാണ് പതാ നഹി, അറിയില്ല. ക്യാ വേ ശാകാഹാരി യാ മാംസാഹാരി? ക്യാ വേ, അദ്ദേഹം ശാകാഹാരി, വെജ് ആണോ അതോ മാംസാഹാരി നോൺ വെജ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ലോർഡ് മൗണ്ട് ബാറ്റൻ പറയാണ് ശാകാഹാരി ഹോഗേ, എന്തായിരിക്കും? ശാകാഹാരി ആയിരിക്കും, വെജ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ലേഡി മൗണ്ട് ബാറ്റൻ ചോദിക്കുകയാണ് ക്യാ വേ കുർസി മേസ് പർ ബൈഠ്കർ നാശ്ത കരേംഗേ? അദ്ദേഹം കുർസി മേസ് പർ ബൈഠ്കർ, കുർസി കസാരയിലോ അതോ മേസ് പർ ബൈഠ്കർ ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നേ, ടേബിളിൽ ഇരുന്നിട്ടാണോ നാശ്ത കരേംഗേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക? യാ ഫർഷ് പർ ബൈഠ്കർ, അതോ തറയിൽ ഇരുന്നു കൊണ്ടാണോ? യാ ഫർഷ് പർ ബൈഠ്കർ, അല്ലെങ്കിൽ തറയിൽ ഇരുന്നു കൊണ്ടാണോ? അപ്പോ ലോർഡ് മൗണ്ട് ബാറ്റൻ പറയാണ് പതാ നഹി, അറിയില്ല. വേ ഏക് അലഗ് വ്യക്തിത്വ ഹേ, അദ്ദേഹം ഒരു അലഗ് വ്യക്തിത്വ ഹേ, വേറിട്ടൊരു വ്യക്തിത്വമാണ്, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് ഗാന്ധിജി എന്ന് പറഞ്ഞു. ആര്? ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞു. അപ്പൊ നമ്മളുടെ ലേഡി മൗണ്ട് ബാറ്റൻ പറയാണ് ക്യാ ആജ് ഉൻകാ ഉപവാസ് നഹി രഹേഗാ? ഇനി അദ്ദേഹം ഉപവാസത്തിലിരിക്കില്ലല്ലോ, ഒന്നും കഴിക്കാണ്ട് ഇരിക്കില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ലോർഡ് മൗണ്ട് ബാറ്റൻ പറയാണ് നഹീം ഹോഗാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ലേക്കിൻ, പക്ഷേ ഗാന്ധിജി കോ ക്യാ ഗാനാ പസന്ദ് ഹേ? പക്ഷേ ഗാന്ധിജിക്ക് ക്യാ ഗാനാ പസന്ദ് ഹേ, എന്ത് കഴിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ ലേഡി മൗണ്ട് ബാറ്റൻ പറയാണ് ഹം ഉൻകെ സഹയോഗി സേ പൂച്ച്നാ പടേഗാ, നമുക്ക് ആരോട് ചോദിക്കാം? ഉൻകെ, അദ്ദേഹത്തിന്റെ, സഹയോഗി സേ പൂച്ച്നാ പടേഗാ, സഹപ്രവർത്തകരോട് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ലോർഡ് മൗണ്ട് ബാറ്റൻ തിരിച്ചു മറുപടി പറയാണ് ഹം സബ് ബനാക്കർ രഹ് ദേംഗേ, ഹം, നമുക്ക്, സബ് ബനാക്കർ, എല്ലാം തയ്യാറാക്കി, രഹ് ദേംഗേ, വെച്ചു കൊടുക്കാം, ഉസ്കോ ജോ പസന്ദ് ഹേ, അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടം, വേ ഗായേംഗേ, അദ്ദേഹം അത് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മളുടെ കോൺവെർസേഷൻ. 4 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക. ഇതാരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാ? ലോർഡ് മൗണ്ട് ബാറ്റനും ലേഡി മൗണ്ട് ബാറ്റനും തമ്മിലുള്ള കോൺവെർസേഷൻ. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആണ്, അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ 4 മാർക്കിന്റെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡയറി ആണ് കേട്ടാ. मान ले गांधी के साथ की पहली मुलाकात के बारे में वाइसराय ने डायरी लिखी, वह डायरी लिखी. അപ്പൊ ആദ്യത്തെ മുലാഖാത്ത് എന്ന് വെച്ചാൽ എന്താ? കൂടിക്കാഴ്ച. ആദ്യത്തെ കൂടിക്കാഴ്ച നടന്നു നമ്മളുടെ മൗണ്ട് ബാറ്റനും ഗാന്ധിജിയും തമ്മിൽ. അപ്പൊ അതിനുശേഷം അതിനെ കുറിച്ച് വൈസ്രായിനെ ഡയറി ലിഖിയും, അതിനെ കുറിച്ച് വൈസ്രായി എന്ത് എഴുതാണ്? ഡയറി എഴുതാണ്. അപ്പൊ നമ്മളോട് ആ ഡയറി എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡയറിയുടെ ഫോർമാറ്റ് നമുക്കറിയാം, ബോക്സ് വേണം, താരീഖ് വേണം. അപ്പൊ അത് ആദ്യം എഴുതി കൊടുത്തു, താരീഖ്, ഡേറ്റ് എഴുതി കൊടുത്തു. ഫസ്റ്റ് വരി ഫോർമാറ്റ് അല്ലേ, അതല്ലേ നമ്മൾ എഴുതാറ്. അപ്പൊ ആദ്യത്തെ വരി നോക്കാം. ആജ് കാ ദിൻ മേരാ ജീവൻ മേ സബ്സാ യാദ്ഗാർ ദിനോം സേ ഏക് ദാ, ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ സബ്സാ യാദ്ഗാർ ദിനോം സേ ഏക് ദാ, മറക്കാനാകാത്ത ദിവസങ്ങളിൽ ഒന്നാണ്. മേം ആജ് കാ ദിൻ കേസേ ഭൂൽ സക്താ ഹൂം, ഇന്നത്തെ ദിവസം മേം കേസേ ഭൂൽ സക്താ ഹൂം, ഞാൻ എങ്ങനെ മറക്കും എന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി. ഗാന്ധിജി സേ, ഇവിടെ തൊട്ടിട്ടാണ് നമ്മളുടെ കണ്ടന്റ് വരുന്നത് കേട്ടോ. ഗാന്ധിജി സേ ആജ് മുലാഖാത്ത് ഹുയി, ഗാന്ധിജിനെ ആയിട്ട് ഇന്ന് ആദ്യമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ ഗാന്ധിജിയെ ഇന്ന് ആദ്യമായിട്ട് കണ്ടു. കമരേ മേം, റൂമിൽ, ചർച്ച കെ ബീച്ച്, ചർച്ചയ്ക്കിടയിൽ, വേ, വേ എന്ന് വെച്ചാല് അദ്ദേഹം, സിക്കുഡ് സിമട്കർ ബൈറ്റ് രഹേ ദേ, എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നേ? സിക്കുഡ് സിമട്കർ, ചുരുണ്ടുകൂടിയായിരുന്നു ഗാന്ധിജി അവിടെ റൂമില് ഇരുന്നിരുന്നേ. ആഡംബർ പസന്ദ് നഹീ കർത്തേ ദേ, വേ എന്നാണ് കേട്ടോ, വേ, അദ്ദേഹത്തിന് ആഡംബർ പസന്ദ് നഹീ കർത്തേ ദേ, അദ്ദേഹത്തിന് എന്ത് ഇഷ്ടല്ല? ആഡംബരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ചർച്ച മേം ഉൻകി അൻമനേപ്പൻ കോ ദേഖ് കർ, ചർച്ചയ്ക്കിടയില് അദ്ദേഹത്തിന്റെ അൻമനേപ്പൻ, അൻമനേപ്പൻ എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടമില്ലായിക, ഒരു മനസ്സില്ലാ മനസ്സോടെയാണ് ഗാന്ധിജി ഇരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് അൻമനേപ്പൻ കോ ദേഖ് കർ, ആ ഒരു മനസ്സില്ലാ മനസ്സോടെ ഇരിക്കുന്നത് കണ്ടിട്ട്, പൂച്ച് ലിയാത്തോ, ചോദിച്ചപ്പോൾ, കഹാക്കി, പറഞ്ഞത്, എന്താ പറഞ്ഞേ?
ഉൻകി ഗടി ചോരി ഹോ ഗയി ഹേ. അദ്ദേഹത്തിന്റെ വാച്ച് മോഷണം പോയെന്നാണ് പറഞ്ഞത്. ലേക്കിൻ പക്ഷേ മേരെ മൻ മേം എന്റെ മനസ്സില് അബ് സമജ് മേം നഹി ആയാ കി ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഇതാണ്. എന്താ? ഏക് പുരാനി ഗഡി കെ ലിയേ അല്ലെങ്കിൽ ഏക് പുരാനി ഗഡി കോ ലേക്കർ. ഒരു പുരാനി ഗഡി എന്ന് വെച്ചാൽ എന്താ? ഒരു പഴയ വാച്ചിന്റെ പേരിൽ കോ ലേക്കർ വേ എന്ന് വെച്ചാല് അദ്ദേഹം എന്നാണ് ട്ടാ. അദ്ദേഹം മേരി ദാവത് കോ ക്യോं ടാൽ ദേത്തെ ഹേ. എന്റെ സൽക്കാരം, ദാവത്ത് എന്ന് വെച്ചാൽ എന്റെ ട്രീറ്റ് ആണ് ട്ടാ. എന്റെ സൽക്കാരം ക്യോं ടാൽ ദേത്തെ ഹേ എന്തുകൊണ്ടാണ് അദ്ദേഹം നിരസിച്ചത്? ഒരു പഴയ വാച്ചിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഗാന്ധിജി എന്റെ ഇത്രയും വലിയൊരു സൽക്കാരം നിരസിച്ചത്? मैंने सोचा कि ഞാൻ ചിന്തിച്ചപ്പോൾ ഉസേ ഏക് നയി ഗഡി ദിലാ ദോ. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു. എന്താ ചിന്തിച്ചേ? मैंने सोचा कि ഞാൻ ചിന്തിച്ചു. എന്താ? ഉസേ ഏക് അദ്ദേഹത്തിന് ഏക് ഒരു നയി ഗഡി പുതിയ വാച്ച് ദിലാദു വാങ്ങിക്കൊടുക്കാം എന്ന് നമ്മളുടെ ലോർഡ് മൗണ്ട് ബാറ്റൺ ആലോചിച്ചിരുന്നു. ലേക്കിൻ പക്ഷേ വേ അദ്ദേഹം ഇസേ മാനേഗാ നഹി അദ്ദേഹം അത് സ്വീകരിക്കാൻ പോകുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഒരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്താലും. ഹമാരേ നാശ്തേ കാ ഉനോനെ സ്വീകാർ നഹി കിയാ. ഹമാരേ നാശ്തേ കാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉനോനെ അദ്ദേഹം സ്വീകാർ നഹി കിയാ സ്വീകരിച്ചില്ല. ഉൻകാ സാഥ് ലായാ ഗയാ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം കൊണ്ടുവന്ന ബക്കരി കെ ദൂത് ആടിന്റെ പാല്. ബക്കരി കെ ദൂത് സേ ബനാ ആടിന്റെ പാല് കൊണ്ടുണ്ടാക്കിയ ദൂത് സേ ബനാ പാല് കൊണ്ടുണ്ടാക്കിയ ദഹി ദേക്കർ. ദഹി എന്താ? തൈരാണ് ട്ടാ. ദേക്ക് കർ കണ്ടപ്പോൾ മേം ഓർ പത്നി രഹുഗയെ ഞാനും എന്റെ ഭാര്യയും രഹുഗയെ ഇങ്ങനെ നിന്നുപോയിന്ന് അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു ഭക്ഷണം കണ്ടപ്പോ ഇത്രയും വലിയൊരു ട്രീറ്റ് ഒക്കെ നിരസിച്ചിട്ട് ഗാന്ധിജി കൊണ്ടുവന്നത് ആടിന്റെ പാല് കൊണ്ട് ഉണ്ടാക്കിയ തൈര് മാത്രാണ്. അപ്പൊ അത് കണ്ടപ്പോ ഞാനും ഭാര്യയും മേം ഓർ പത്നി രഹുഗയെ ഇങ്ങനെ നിന്ന് പോയിന്ന്. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് ऐसे एक व्यक्ति को मैंने पहले नहीं देखा है. ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇതിനു മുന്നേ നഹി ദേക്കാ കണ്ടിട്ടേ ഇല്ല. അതാണ് നമ്മളുടെ 4 മാർക്കിന്റെ ഡയറി. ഇമ്പോർട്ടന്റ് ആണ്, നല്ലപോലെ പഠിച്ചു വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആണ്, സോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത പുറത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. വൈസ്രായ് ഭവൻ में माउंटबेटन और गांधी के बीच का संभावित बातचीत लिखे. അപ്പൊ നമ്മളെ വൈസ്രായുടെ വീട്ടില് മൗണ്ട് ബാറ്റനും ഗാന്ധിജിയും തമ്മിലുണ്ടായ കോൺവെർസേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ അവര് എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക, അതാണ് നമ്മളുടെ കോൺവെർസേഷനിൽ പറയുന്നത്. നോക്കാം. മൗണ്ട് ബാറ്റൻ നമസ്കാർ. നമസ്കാർ. ഗാന്ധിജി പറഞ്ഞു നമസ്കാർ. മൗണ്ട് ബാറ്റൻ പറയാണ് ബൈഠിയേ ഇരിക്കേ. നമ്മളായാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയാ, ഇരിക്കൂ എന്ന് പറയും. അപ്പൊ ഇവിടെയും പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു ടീക്കേ ഓക്കെ എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൻ പറയാണ് ആപ് കേസേ ഹേ എങ്ങനെയുണ്ട്, നമ്മൾ സുഖല്ലേ എന്ന് ചോദിക്കില്ലേ, എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറയാണ് അബ് മുझे സർദി ലഗ് രഹി ഹേ. അബ് ഇപ്പോൾ, മുझे എനിക്ക്, സർദി ലഗ് രഹി ഹേ എന്ന് വെച്ചാൽ എന്താ? സർദി തണുപ്പ്, ലഗ് രഹി ഹേ തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് എനിക്ക് തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഗാന്ധിജി. കൂളർ ബന്ദ് കർ ദീജിയേ അതുകൊണ്ട് കൂളർ ഒന്ന് ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞു. കൂളർ ബന്ദ് കർ ദീജിയേ കൂളർ ഒന്ന് ഓഫ് ആക്കൂ എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൻ പറയാണ് ഹാ ടീക്കേ ഓക്കെ. ആപ് ക്യോം ഉദാസ് ലഗ് രഹേ എന്താണ് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറയാണ് മേരി ഗഡി ചോരി ഹുയി എന്റെ വാച്ച് മോഷണം പോയി എന്ന് പറഞ്ഞു. അപ്പൊ മൗണ്ട് ബാറ്റൻ പറയാണ് കബ് എപ്പോൾ, എപ്പോഴാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറയാണ് റെയിൽഗാഡി മേം ട്രെയിനിൽ വെച്ചിട്ടായിരുന്നു. പുരാനി ദി പഴയതാണ്. ലേക്കിൻ പക്ഷേ മേരി പ്യാരി ഗഡീദി എന്റെ പ്രിയപ്പെട്ട വാച്ചായിരുന്നു എന്ന് പറഞ്ഞു. മൗണ്ട് ബാറ്റൻ പറയാണ് ഹം ഇസ്കെ ബാരെ മേം ജാഞ്ച് കരേം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഗാന്ധിജി പറയാണ് ഹാം ഓക്കെ എന്ന് പറഞ്ഞു. ക്യാ ഹം ദാവത് പർ ബൈഠേ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാം, സൽക്കാരത്തിന് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി പറയാണ് ആപ് ലീജിയേ നിങ്ങള് ഇരുന്നോളൂ, നിങ്ങള് ചെന്നോളൂ എന്ന് പറഞ്ഞു.
മേം അപ്നാ നാശ്ത സാത്ത് ലായാ ഹൂം, ഞാൻ എനിക്കുള്ള ഭക്ഷണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മൗണ്ട് ബാറ്റൻ പറയും ടീക്കേ, ഓക്കെ എന്ന് പറയും. അതാണ് ഒരു കോൺവെർസേഷൻ. എക്സാമിന് 4 മാർക്കിനാണ് ഇത് ചോദിക്കുക. പുറത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ നല്ലപോലെ പഠിച്ചു വെക്കുക, സിമ്പിൾ ആണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. लेडी माउंटबेटन ने अपनी डायरी में वायसराय भवन आए गांधी जी के बारे में लिखा. അപ്പൊ നമ്മളുടെ ലേഡി മൗണ്ട്ബാറ്റന്റെ ഭാര്യയാണ്. ഭാര്യ എന്ത് ചെയ്തു? അപ്നി ഡയറി മേം, തന്റെ ഡയറിയില് വൈസ്രായ് ഭവൻ ആയേ, വൈസ്രായുടെ വീട്ടിലേക്ക് വന്ന് ഗാന്ധിജി കെ ബാരെ മേം, ഗാന്ധിജിയെ കുറിച്ച് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഡയറി ലിഖേം, ആ ഡയറി എഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആരുടെ ഡയറിയാണ്? ലേഡി മൗണ്ട്ബാറ്റന്റെ ഡയറിയാണ്. അപ്പൊ ആദ്യം തന്നെ താരീഖ്, ഡേറ്റ് കൊടുത്തു. ആജ് മേരെ ജീവൻ കാ ഏക് അച്ഛാ ദിൻ താ, ഇന്ന് എന്റെ ജീവിതത്തിലെ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഭാരത് കെ നേതാ ഗാന്ധിജി, ഇന്ത്യയിലെ രാജാവായിട്ടുള്ള ഗാന്ധിജി സേ മില, ഗാന്ധിജിയെ കണ്ടു. ബഡേ നേതാ ഹോനെ കെ നാത്തെ ഹം സബ് ഇന്തസാം കർത്തെ ദേ, വലിയ നേതാവായതിനു ശേഷം ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്തസാം കർണേ ദേ. ലേക്കിൻ വേ കിത്ന ഇന്തസാർ ആണ് കേട്ടോ, ഇന്തസാർ. ലേക്കിൻ വേ കിത്ന സീതാ സീതാ സരൾ ആത്മീ ദേ, ലേക്കിൻ പക്ഷേ, വേ അദ്ദേഹം, കിത്ന സീതാ സീതാ എത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു സരൾ ആത്മീ ദേ, അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഡണ്ടാ കമര ഉനെ അച്ഛാ നാ ലഗാ, ഡണ്ടാ കമര എന്ന് വെച്ചാൽ എന്താ? നല്ല തണുപ്പുള്ള മുറി. ഉനേം അച്ഛാ നാ ലഗാ, അദ്ദേഹത്തിന് ഇഷ്ടേ ആയിരുന്നില്ല. അച്ഛാ നാ ലഗാ ക്യോംകി, എന്തെന്നാൽ വേ ഹമേശാ ലോഗോं के बीच बाहर है ना, അദ്ദേഹം എപ്പോഴും, ക്യോംകി എന്തെന്നാൽ, വേ അദ്ദേഹം, ഹമേശ എപ്പോഴും, ലോഗോं के बीच ആളുകളുടെ കൂടെ, ബാഹർ ഹേന പുറത്തല്ലേ. ഉനിക്ക് പുരാനി ഗഡി, അദ്ദേഹത്തിന്റെ പഴയ വാച്ച്. ഉനിക്ക് പുരാനി ഗഡി, അദ്ദേഹത്തിന്റെ പഴയ വാച്ച്. റെയിൽ യാത്രാമേം, ഈ ട്രെയിൻ വഴിയുള്ള യാത്രയില്, ചോരി ഹോ ഗയി, മോഷണം പോയി. ഇസ് പർ വേ ഉദാസ് ദേ, അതിനാൽ അദ്ദേഹം ഉദാസ് ദേ, സങ്കടത്തിലായിരുന്നു. വഗഡി ഉനിക്ക് പ്യാരി ഹോഗി, ആ ഒരു വാച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതായിരുന്നു. ബഡ ഗാനെ കെ ലിയെ ബുലാത്തെ വക്ത്, ബഡ വലിയ, ഗാനെ കെ ലിയെ ട്രീറ്റിനായിട്ട്, ഭക്ഷണത്തിനായിട്ട്, ബുലാത്തെ വക്ത് വിളിച്ച സമയത്ത്, വക്ത് എന്ന് വെച്ചാൽ സമയം, വിളിച്ച സമയത്ത്, ഉനോനെ പാസ് ലായെ അദ്ദേഹം എടുത്തു കൊണ്ടുവന്ന, അദ്ദേഹത്തിന് എടുത്തു കൊണ്ടുവന്ന, ബക്കരി കെ ദൂത് സേ, ബക്കരി കെ ദൂത് എന്താ? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതാണ്, ആടിന്റെ പാല് കൊണ്ട്. ബന ഉണ്ടാക്കിയ, ദഹി ഗാക്കർ തൈര് കുടിച്ചിട്ട്, ബൈട്ട തൈര് കുടിച്ചിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു. ഇതനെ സരൾ ആത്മീ, ഇത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ആത്മീ മനുഷ്യൻ. കേസേ ലോഗോം ഖാ നേതാനാ ബൻ ജായേ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് കേസേ ലോഗോം ഖാ നേതാനാ ബൻ ജായേ, ഒരു ഇത്രയും വലിയ ആളുകളുടെ നേതാവായിട്ട് മാറാണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് നമ്മളുടെ ലേഡി മൗണ്ട്ബാറ്റൻ ആ ഒരു ഡയറി അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഡയറി. ഇത്രയും കണ്ടന്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാല് എത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഇത് ഷഫിൾ ചെയ്ത് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കാം. അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം, വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഓക്കെ, എല്ലാവരും നല്ലപോലെ എക്സാം എഴുതാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.